ഇല്ല എന്ന് കാടടച്ച് പറയുന്നത് വളരെ ദുഃഖകരമായി തോന്നി. ഈ സമൂഹത്തിലല്ലേ ഡോക്ടർ ആരതി ജീവിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നു. ഡോക്ടർ ആരതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ. ഞാൻ ഈ മദ്യത്തിന് വേണ്ടി വാദിക്കുകയാണെന്ന് താങ്കൾ തെറ്റിദ്ധരിക്കുകയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ ചോദ്യം. മതത്തിൻ്റെ പേരിൽ ആളുകൾ പരസ്പരം കൊല്ലുന്നുണ്ട്, ആളുകൾ മരിച്ചു വീഴുന്നുണ്ട്. രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകൾ പരസ്പരം കൊല്ലുന്നുണ്ട്, മരിച്ചു വീഴുന്നുണ്ട്. മതവും രാഷ്ട്രീയവും നിരോധിക്കണം എന്നതല്ലല്ലോ നമ്മുടെ ആവശ്യം. അതിൻ്റെ അകത്തുള്ള കുഴപ്പങ്ങൾ അങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ ഉള്ളൂ. മദ്യത്തെ പോസിറ്റീവായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മദ്യം എല്ലായ്പ്പോഴും ഇപ്പറയുന്ന റോഡുകളിൽ വെള്ളമടിച്ച് വീണുകിടന്ന് സമൂഹത്തിന് ശല്യമായി മാറുന്ന ആളുകൾ മാത്രമല്ലല്ലോ. മദ്യം എന്നത് ലോകത്തെല്ലായിടത്തും വലിയ ചരിത്രമുള്ള സംഗതിയാണ്. അത് കുടിക്കുന്ന ആളുകളുണ്ട്, വളരെ പ്രശസ്തരായ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചയിൽ വന്ന് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം എന്നോട് പറഞ്ഞത് വത്തിക്കാനിലാണ് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. എനിക്കറിയില്ല അതിൻ്റെ കണക്കുകൾ എത്രത്തോളം വ്യക്തമാണ് എന്ന്. അവിടെയെല്ലാം കുഴപ്പമാണോ നടക്കുന്നത്? നമ്മുടെ സമൂഹത്തിന് മറ്റെന്തോ കുഴപ്പമുണ്ട്, മദ്യമല്ല ഇതിൻ്റെ കുഴപ്പത്തിന് മൂലകാരണം എന്നത് പറയാൻ ആരെങ്കിലും വേണ്ടേ? ഫാദർ പോൾ തേലക്കാട്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ യൂറോപ്പിൽ 5.5 കൊല്ലത്തോളം പഠിച്ച ആളാണ്. യൂറോപ്പിലെ ഏത് യൂറോപ്യൻ രാജ്യങ്ങൾ പോയാലും ഇഷ്ടം പോലെ മദ്യം കിട്ടും. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, അവിടെ മദ്യം ഉപയോഗിക്കാനുള്ള പക്വത സംസ്കാരത്തിനുണ്ട്, സമൂഹത്തിനുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധികമായി ഇവിടെ മദ്യത്തിൻ്റെ ആസക്തി വർദ്ധിച്ചത് എന്തുകൊണ്ട്? പണ്ട് വയലാർ പാടിയത് ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു, കള്ള് ഷാപ്പിൽ ഞാൻ മുറിയെടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സമൂഹം വന്നെത്തിയത് എന്തുകൊണ്ട് എന്നുള്ളത് കേരളത്തിലെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്കെന്താ ഇത്ര ദുഃഖം? നമുക്ക് കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ വന്നു. ഒരു 20 കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതിയല്ല ഇന്നുള്ളത്. എന്നിട്ടും ആളുകൾക്ക് ദുഃഖം കൂടുകയും സന്തോഷം കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് രോഗാതുരമായ സംഘാത മനസ്സിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് മദ്യത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അതുകൊണ്ട് മദ്യത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുകയും നമ്മുടെ സമൂഹത്തിൻ്റെ സംഘാതമായ ബോധത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നൊരു നടപടി സർക്കാരും സമൂഹങ്ങളും എടുക്കുമ്പോൾ അതിന് മുഖം തിരിയേണ്ട കാര്യമില്ല. നമ്മൾ ആ കാര്യത്തിൽ അങ്ങനെയുള്ള മതങ്ങൾ ഇടപെടുമ്പോൾ അത് മതത്തിൻ്റെ സങ്കുചിത താല്പര്യം കൊണ്ടാണ്. ഞാനൊരു അച്ഛനാണ്, ഞാനൊരു മതത്തിൻ്റെ ആളാണ്. എനിക്ക് ഡോക്ടർ ആരതി ഇവിടെ ഇരുന്ന് പറയുന്നത് പോലെ പറയാനുള്ള അവകാശം ഇല്ല എന്ന് വരുന്നുണ്ടോ? മതങ്ങൾക്ക് പരസ്യമായ സമൂഹത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ടോ? സ്വാധീനം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലേ എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. വ്യത്യാസമില്ലാതെ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ ആരതി, മതത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതോടുള്ള വിശ്വാസങ്ങൾക്കും ഒക്കെ വന്നിരിക്കുന്ന വീഴ്ചകൾ സമ്മതിക്കാൻ ഫാദർ പോൾ തേലക്കാട്ടിനെ പോലെയുള്ള ആളുകൾ തയ്യാറാണ്. പക്ഷേ അങ്ങനെയൊക്കെ വെച്ചാലും മദ്യം അതിഭീകരനായ കൊലയാളിയും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നയാളുമാണ്. അയാളെ ഇല്ലാതാക്കുക, അതിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഡോക്ടർ ആരതിക്ക് തെറ്റിയതാണ് എന്നതാണ് ഫാദർ പോൾ തേലക്കാട്ടും ലിജുവും വാദിക്കുന്നത്. നോക്കൂ സനി, എനിക്ക് അറിയില്ല ലിജു ആയാലും ഫാദർ ആയാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ വന്ന പ്രശ്നമാണോന്ന്. മദ്യം ഒരു പ്രശ്നമല്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. മദ്യം എന്നുള്ള ഒരു പൊതുജനാരോഗ്യ പ്രശ്നം, മദ്യപാനം എന്നുള്ള ഒരു ശീലത്തിന്റെ പൊതുജനാരോഗ്യപരവും സാമൂഹ്യപരവുമായ പ്രത്യാഘാതങ്ങൾ നേരിടാനുള്ള മാർഗം മദ്യനിരോധനമാണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത്. മദ്യനിരോധനം നടപ്പിൽ വരുത്തുക വഴി ഇത്തരത്തിലുള്ള പൊതുജനാരോഗ്യ ശീലങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് മാറ്റം വന്നതായിട്ടുള്ള കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ തന്നെ അത് ഒരു കുടുംബജീവിതത്തെയോ സാമൂഹ്യ ജീവിതത്തെയോ ഈ ശീലം മുഖാന്തരം ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ നിരോധം വഴി സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഞാനൊരു പബ്ലിക് ഹെൽത്ത് റിസർച്ചറാണ്. പലപ്പോഴും എപ്പിഡെമോളജിക്കലി നടന്നിട്ടുള്ള പഠനങ്ങൾ, ലോകത്തെമ്പാടുമുള്ള പഠനങ്ങൾ, അത് പബ്മെഡിൻ്റെതായുള്ള എല്ലാ പ്രശസ്തമായിട്ടുള്ള സയന്റിഫിക് ജേർണൽസിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളുകൾ ഉൾപ്പെടെ നമ്മളോട് സൂചിപ്പിക്കുന്നത് മദ്യം ഒരു പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് ഒരു തർക്കിക്കേണ്ട വിഷയമല്ല. അത് ഫാദർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ, ലോകത്തെമ്പാടുമുള്ള കണക്കുകൾ, ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2.5 മില്യൺ മരണം പ്രതിവർഷം മദ്യപാനം മൂലമുള്ള ആരോഗ്യ കാരണങ്ങളാൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്.
ഞാൻ അതിനെയല്ല ചോദ്യം ചെയ്യുന്നത്. ഞാൻ ചോദ്യം ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ഒരു നിരോധനം എന്നുള്ളത് അല്ലെങ്കിൽ പടിപടിയായിട്ടുള്ള ഒരു നിരോധനം എന്നുള്ളതാണോ, അല്ല ഫാദർ അവസാനം സൂചിപ്പിച്ച പോലെ വളരെ റെസ്പോൺസിബിളായി ഉത്തരവാദിത്വത്തോടുകൂടി മദ്യപിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കലാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഇതിനകത്ത് സംശയമുള്ളത്. ഇപ്പോൾ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് മദ്യപാനം എന്നുള്ളത് ഒരു ഏകീകൃതമായ ഒരു കാറ്റഗറി അല്ലല്ലോ. മദ്യം തന്നെ പലതരത്തിലുള്ള മദ്യങ്ങളുണ്ട്. മദ്യപിക്കുന്ന ശീലം പലതരത്തിലുള്ള ശീലങ്ങളാണ്. ഇപ്പം ഈയിടെ ഞാൻ വായിച്ച ഈ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഈ സഫായി കർമ്മചാരി ആന്തോളൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ ബെജ്വാഡ വിൽസൺ, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, മാനുവൽ സ്കാവെഞ്ചിങ് ചെയ്യുന്ന, തോട്ടിപ്പണി എടുക്കുന്ന, അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്ന മുഴുവൻ, അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്, മുഴുവൻ ആളുകളും ദളിതരാണ്. ആ ജോലി ചെയ്യുന്ന 100% ആളുകളും മദ്യത്തിന് അഡിക്റ്റാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രൈ ലാട്രിനുകൾ ഉള്ളത്? എന്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിൽ ഉള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം നമുക്ക് നൽകാൻ സാധിക്കാത്തത്? തുടങ്ങിയ ചോദ്യങ്ങളല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ കൃത്യമായി കാണുന്നത് മാനുവൽ സ്കാവെഞ്ചറിനെ ഒരു കള്ളുകൂടിയനോ കള്ളുകുടിയെത്തിയോ ആയിട്ടാണ്. അവിടെയാണ് കാഴ്ചയുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ചോദ്യം, ഈ മദ്യനിരോധനം വഴി സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഈ വേസ്റ്റ് പിക്കേഴ്സ് ആയിട്ടുള്ള, മാനുവൽ സ്കാവെഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അത് ഗുജറാത്തിൽ നിന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മദ്യം നിരോധിച്ചപ്പോഴാണ് ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള മരണങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കള്ളവാറ്റ് നടക്കുന്നത്, ഏറ്റവും കൂടുതൽ ഒരു അധോലോക മാഫിയ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പാരലൽ ഒരു എക്കണോമി തന്നെ രൂപപ്പെട്ട് വരുന്നത്. കേരളത്തിന്റെ സാഹചര്യത്തിൽ നമുക്കറിയാം എങ്ങനെയാണ് ഇവിടെ ചാരായം നിരോധിച്ചപ്പോൾ സമാന്തരമായി ഉണ്ടായിട്ടുള്ള ഒരു ഇക്കണോമി എങ്ങനെയാണ് ഈ ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആരോഗ്യത്തെ ഏറ്റവും സാധാരണഗതിയിൽ ചുരുങ്ങിയ വിലക്ക് ബാറിൽ പോയി മദ്യപിച്ചിരുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തൊഴിൽ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് അയാൾക്ക് മദ്യപിച്ചുകൊണ്ട് മാത്രം പക്ഷെ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അയാൾക്ക് ഏറ്റവും ദുർഗന്ധമുള്ള, ഇപ്പൊ കൊച്ചിൻ എന്താ പറയുക കോർപ്പറേഷനിൽ വേസ്റ്റ് വാരാൻ പോകുന്ന ഒരു തൊഴിലാളി, അയാൾക്ക് ആ ദുർഗന്ധം സഹിച്ചുകൊണ്ട് ഒരുപക്ഷെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അയാളുടെ ഒരു വൈകുന്നേരം. അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലും ദരിദ്രരായിട്ടുള്ളതും അല്ലെങ്കിൽ തന്നെ മറ്റു പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന, ചൂഷണം വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന, ചൂഷണം പെരുകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ആ ചൂഷണം പെരുകുന്ന ഒരു സമൂഹത്തിനകത്ത് സമൂഹവുമായി താതാത്മ്യപ്പെട്ട് ജീവിക്കാൻ കണ്ടെത്തുന്ന പല മാർഗങ്ങളിൽ ഒന്നാണിത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം ലിജു, അങ്ങേയറ്റം വ്യക്തതയുണ്ട് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക്. ചില തൊഴിലുകൾ, ചില ജീവിത സാഹചര്യങ്ങൾ, ചിലതരം ഇടങ്ങൾ, ചില മാനസികാവസ്ഥകൾ, ചില സോഷ്യൽ സ്റ്റാറ്റസസ് ആളുകളെ മദ്യപിക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് പോലെ അവർക്ക് മദ്യപാനവും അത്യന്താപേക്ഷിതമാണ്. ഈ ജീവിത സാഹചര്യങ്ങളെയും സോഷ്യൽ സ്റ്റാറ്റസിനെയും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കാതെ രാഷ്ട്രീയ നേതൃത്വം, മതനേതൃത്വം അതിന് മുൻകൈയെടുക്കാതെ മദ്യനിരോധം നടപ്പാക്കിയാൽ അവർ മറ്റു വഴികൾ തേടിപ്പോവുകയും കൂടുതൽ ഗുരുതരമായ സാമൂഹ്യ ദുരന്തങ്ങളിലേക്ക് ചെന്നുപെടുകയും അല്ലേ ചെയ്യുക എന്ന ചോദ്യം എത്രമേൽ പ്രസക്തമാണ്. എന്ത് മറുപടിയുണ്ട് അതിന്? ഒന്ന്, ശ്രീ സനീഷ്, നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് സമ്പൂർണ്ണ മദ്യനിരോധനം ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്തല്ല. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന് ചിന്തിച്ച് അതിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്താണ്. ഇവിടെ ഒരു ദിവസം കൊണ്ട് മദ്യനിരോധനം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ പ്രസക്തമാണ്. ഇവിടെ അങ്ങനെ അല്ലല്ലോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മദ്യപാനത്തെ സംബന്ധിച്ചും ഈ ദുശീലത്തെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുമുള്ള ഗവേഷണങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നത് അംഗീകരിക്കപ്പെട്ടുള്ളൊരു വസ്തുതയാണ്. അതിൽ ഡോക്ടർ ആരതിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് മദ്യപാനാസക്തി വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും മദ്യത്തിൻ്റെ വളരെ ഈസിലി അവൈലബിളായി മാറി എന്നുള്ളതാണ്. ഒരു ജംഗ്ഷനിൽ തന്നെ 5-6 ബാറുകൾ, അവിടെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ. അപ്പോൾ 10-17 വയസ്സുള്ള കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന അവസ്ഥ. മദ്യപിക്കുക എന്നൊരു ഒരു അഡിക്ഷന് മുമ്പ് ഒരു താല്പര്യമായിരിക്കുന്നവർക്ക് പോലും കണ്ണിൻ്റെ മുമ്പിൽ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുമുള്ളൊരു സാഹചര്യം. അപ്പോൾ ലഭ്യത കുറയ്ക്കുക എന്നത് മദ്യപാനാസക്തിയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു തീരുമാനമാണ്. അത് ആ തലത്തിലാണ് ഗവൺമെൻറ് ഇവിടെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ഇവിടെ ഡോക്ടർ ആരതി പറഞ്ഞു
ഈ സഫായി കർമ്മചാരിയുടെ നേതാവ് ശ്രീ വിൽസന്റെ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ വളരെ നേരിട്ട് അദ്ദേഹവുമായി നേരിട്ട് ഇൻറ്ററാക്ഷൻ നടത്തുകയും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സമിതികളിൽ അദ്ദേഹം വന്ന് സ്കാവഞ്ചേഴ്സിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നൊരു പ്രശ്നം, അതായത് ഞങ്ങളോട് അന്ന് സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മുടെ രാജ്യത്ത് മാനുവൽ സ്കാവഞ്ചിങ് ഒരു ക്രിമിനൽ ഒഫൻസാണ്. അതിന് പ്രേരിപ്പിക്കുന്നത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. പക്ഷെ നാളിതുവരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അഭംഗുരം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചൊരു പ്രശ്നം, ഇത് സമൂഹം ഈ പ്രക്രിയയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പൊതുശ്രമങ്ങൾ നടക്കുന്നില്ല, അതനുസരിച്ച് നിയമനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തെ നടപ്പിലാക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെൻറ് ഭാഗത്തില്ല എന്ന തരത്തിലാണ് ശ്രീ വിൽസൺ പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതല്ലാതെ തോട്ടിപ്പണി ഞങ്ങളുടെ ജന്മാവകാശമാണ്, മലം എടുത്തു മാറ്റണമെങ്കിൽ മദ്യപിച്ചേ പറ്റൂ, അതുകൊണ്ട് മദ്യപിക്കുക എന്നത് ഒരു തോട്ടിയുടെ ജന്മാവകാശമാണെന്ന തലത്തിലല്ല ശ്രീ വിൽസൺ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ഇല്ലാതാക്കുന്നത് എങ്ങനെ, അവരുടെ മനസ്സിലെ ശീലങ്ങൾ, ആ സാമൂഹികമായ ശീലങ്ങൾ മാറ്റുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ശ്രീ വിൽസൺ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ കൊച്ചിൻ മുനിസിപ്പാലിറ്റിയിൽ ചവർ വാങ്ങുന്ന തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ മലം എടുത്തു മാറ്റുന്ന തോട്ടിപ്പണികളുണ്ട്, നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും. അവർക്ക് മദ്യപിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? തോട്ടിപ്പണി നമ്മൾ ഇല്ലാതാക്കണം, അതിനെ സംബന്ധിച്ച് മെക്കനൈസ്ഡ് ആകണം സാഹചര്യങ്ങൾ. അതോടൊപ്പം തന്നെ അവർക്ക് മാസ്കുകൾ കൊടുക്കുകയും മറ്റ് തലത്തിൽ ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം ഇതവരുടെ അവകാശമാണ്, ആ തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല. ആ തരത്തിൽ നമ്മളവരെ അവർക്ക് മറ്റ് സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം ഇങ്ങനെ ഇവർക്ക് പോകാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നതും ആ തരത്തിലൊരു ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം എനിക്ക് ഒന്നുകൂടി പറയുവാനുള്ളത്, ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനം ഒരു ദിവസം കൊണ്ട് നടപ്പിലാക്കിയിട്ടില്ല. ഘട്ടം ഘട്ടമായി പുതിയ തലമുറയ്ക്കെങ്കിലും മദ്യലഭ്യത കുറച്ചു കൊണ്ടുവന്ന് ഈ സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായ ആരോഗ്യ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കാനൊരു ശ്രമത്തെ പോസിറ്റീവായി കാണുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാടെന്ന നിലയിൽ അത് നിരോധനം ഒന്നിനും പരിഹാരമല്ല എന്നൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി ഇങ്ങനെ ഇതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തിരിച്ചു വരാം.